ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പ്രെമീസ് കിച്ചൺ. ഇന്ന് നമ്മൾ പ്രെമീസ് കിച്ചണിൽ ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹൽവയാണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള, വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഹൽവയാണ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്രയും സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഹൽവയാണ്. നമ്മൾ അവിൽ കൊണ്ടുള്ള ഹൽവയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മൾ ഹൽവ ഉണ്ടാക്കാനായിട്ട് ഒരു കപ്പ് അവിലാണ് എടുത്തിട്ടുള്ളത്. ചുവന്ന അവിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മുടെ കയ്യിൽ ഏത് അവിലാണോ ഉള്ളത് ആ അവിൽ എടുക്കാം. ഇനി അത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് തരികളൊന്നുമില്ലാതെ നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇതേ നമ്മൾ തരികളൊട്ടുമില്ലാതെ പൊടിച്ചെടുത്തിട്ടുണ്ട് അവിൽ. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് 3 കപ്പ് തേങ്ങാപ്പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാലാണ്. നമ്മൾ തേങ്ങാപ്പാൽ മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ. തേങ്ങയുടെ 1-ാം പാൽ മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ. 2-ാം പാൽ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ വേറെ ഇനി വെള്ളമൊന്നും എക്സ്ട്രാ വെള്ളമൊന്നും നമുക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. ഈ 3 കപ്പ് തേങ്ങാപ്പാൽ മാത്രം മതിയാവും. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. 1 മിനിറ്റൊക്കെ ഇളക്കുമ്പോഴേക്കും അത് നല്ലതുപോലെ ഒന്ന് തിക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ ഞാനൊരു 1.5 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നല്ലതുപോലെ തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇളക്കി കൊടുക്കാനായിട്ട്. നമ്മൾ ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ഒന്നും ചേർക്കുന്നില്ല. നമ്മൾ ഈ തേങ്ങാപ്പാലിൽ മാത്രമാണ് നമ്മൾ ഈ ഹൽവ ഉണ്ടാക്കിയെടുക്കുന്നത്. തേങ്ങാപ്പാൽ മാത്രം ചേർത്തിട്ടാണ് നമ്മൾ ഈ ഹൽവ ഉണ്ടാക്കുന്നത്. എണ്ണയോ നെയ്യോ നമ്മൾ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ആ സമയത്ത് മാത്രം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ ആ എണ്ണ നല്ലതുപോലെ ഒന്ന് തേങ്ങാപ്പാലിൻ്റെ എണ്ണയെല്ലാം നല്ലതുപോലെ ഒന്ന് തെളിഞ്ഞ് വരുന്നത് കാണാം. അപ്പം തന്നെ അത് നമ്മൾ പിന്നെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് വിട്ട് വരും. നമ്മൾ 1 മിനിറ്റ് നേരം നമ്മൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അവിലൊന്ന് വിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. 4 അച്ച് ശർക്കര ഉരുക്കിയിട്ട് ശർക്കര പാനി ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇനി അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഫുഡ് കളറോ ഒന്നും നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നില്ല. നമ്മൾ ആ ശർക്കര പാനിയുടെ ആ നിറം മാത്രമേ നമ്മുടെ ഹൽവയ്ക്കുള്ളൂ. അല്ലാതെ വേറെ കളറൊന്നും നമ്മൾ എക്സ്ട്രാ ചേർക്കുന്നില്ല കേട്ടോ. ഇതേ കണ്ടില്ലേ, നല്ലതുപോലെ പാനിൽ നിന്നും വിട്ട് വരുന്നുണ്ട്. ഇനി ഒരുപാട് നേരം ഇളക്കേണ്ട ആവശ്യമില്ല. പാനിൽ നിന്ന് നല്ലതുപോലെ വിട്ട് വരുന്ന നേരത്ത് നമുക്കിനി അതിലേക്ക് നട്ട്സ് എല്ലാം ചേർത്ത് കൊടുക്കാം. ഞാൻ ബദാമും അണ്ടിപ്പരിപ്പുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ വേറെ ഏതെങ്കിലും നട്ട്സ് ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഹൽവ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതേ കണ്ടില്ലേ, വിട്ട് വരുന്ന കണ്ടോ. ഒഴിച്ചു കൊടുക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടേ ഇല്ല. ഇനി അത് സ്പൂൺ കൊണ്ട് നല്ലതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പൂൺ കൊണ്ട് ആക്കി കൊടുക്കാം. ഈ സമയത്ത് വേണമെങ്കിൽ സ്പൂണിൻ്റെ അടിയിൽ വേണമെങ്കിൽ നെയ്യൊന്ന് തേച്ച് കൊടുക്കാം. സെറ്റാക്കി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇനി ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഹൽവ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹൽവ റെഡി ആയിട്ടുണ്ട്.
ഇതേ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എത്ര പെട്ടെന്ന് അറിവിട്ട് വന്നിരിക്കുന്നത്, ഒട്ടും ഒട്ടിപ്പിടിക്കാതെ ടേസ്റ്റി ആയിട്ടുള്ള ഹൽവ, അവൽ കൊണ്ടുള്ള ഹൽവ റെഡി ആയിട്ടുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഹൽവയാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടമായിട്ടാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലും എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്യുക. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം കമൻ്റ് ആയിട്ടൊന്ന് അറിയിക്കുക കൂടി വേണം കേട്ടോ. കണ്ടില്ലേ, കട്ട് ചെയ്യാനൊക്കെ നമ്മൾ എത്ര സോഫ്റ്റ് ആയിട്ടാണ് കിട്ടുന്നത്. അപ്പം പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും സ്നേഹത്തോടെ ബൈ.